അച്ഛൻ ഗംഭീരമായിട്ട് കോപിക്കുകയാണ്, ചൂടാകുകയാണ്. ഇപ്പൊ മകനാകപ്പാടെ നിന്ന് മുമ്പിൽ നിന്ന് വിറക്കുകയൊക്കെയാണ്. വിറച്ചു കഴിഞ്ഞാൽ പതുക്കെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ചൂടായിട്ട് ചായ ഞാൻ കൊടുക്കതള്ളായി അയാളെ മര്യാദയ്ക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടായിട്ട് പോകുന്നു. ആർക്കാ പറ്റിയേ? അച്ഛന് പറ്റിയോ മകന് പറ്റിയോ? അവനൊരാഴ്ച കഴിഞ്ഞതിന്റെ പണ്ടത്തതിന്റെ പിന്നത്തതായിട്ട് വീണ്ടും വരികയാണ്. കാരണം അവൻ നേരത്തെ ഇതിന്റെ റിഹേഴ്സലും കഴിഞ്ഞാ വന്നിരിക്കുന്നത്. അച്ഛൻ എത്ര ചൂടാവും, എങ്ങനെ മുമ്പിൽ നിൽക്കണം, എത്ര നേരം നിൽക്കണം, അതിന്റെ റിഹേഴ്സലും കഴിഞ്ഞാ വരുന്നത്. അവന്റെ അകത്ത് ചിരിയും വരുന്നുണ്ട്. കാരണം അച്ഛന്റെ ചൂടും അവന്റെ നിപ്പും ഓർത്തിട്ട്. അപ്പൊ അവൻ ആസ്വദിക്കുകയാണ്. അച്ഛന് ഈ സ്വാതന്ത്ര്യമില്ല. അച്ഛന്റെ നിയന്ത്രണം ഇല്ലാവുന്ന കോപമാണ്. ഒരു നമ്പരും ഇല്ലാതെയാ ജീവിച്ചത്. കഷ്ടം. അതിൽ പോകുന്നതിന് മുമ്പ് ഈ നമ്പർ മുഴുവൻ അഴിക്കണം. എത്ര നമ്പറാണെന്നറിയോ? എത്ര ജന്മങ്ങളുടെ നമ്പർ. ഇത് കിടക്കുന്ന മുഴുവൻ ഇളകി പോകണ്ടേ? ഇത് സാധാരണ സാധനം അവിഭക്തി ചൂർണവും മാണിഭക്തിയും ഒന്നും കിടക്കുകയില്ല. ഇത് ബാലസുത തന്നെ. അതും ആനയുടെ ഡോസിൽ കൊടുത്താലേ പറ്റുള്ളൂ. മനുഷ്യന്റെ ഡോസിലൊന്നും ഇളകുകയില്ല. ചില പിള്ളേർ ഇങ്ങനെ വീട്ടിലുണ്ട്, വളരെ മിടുക്കന്മാര്. നമ്മൾ അച്ഛനെ കാണുമ്പോഴേ ഒതുങ്ങി വളരെ വിനയാന്വിതരായി. അവന്റെ ദിപ്പ് കാണുമ്പോഴേക്ക് അമ്മയ്ക്ക് തന്നെ ഒരു സംശയം തോന്നും. അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഇന്നെല്ലാം തകർക്കും. അപ്പൊ അവൻ വളരെ കൂളായിട്ട് അമ്മയോട് പറയും ഒന്നും തകർക്കുകയില്ല, ഞാൻ ഇവിടെ ഉണ്ട്, ഒന്നും തകർക്കില്ല, അമ്മ പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് അവൻ അച്ഛനെ ഇങ്ങനെ നോക്കി വളരെ പഞ്ചമുച്ച അടക്കി നിൽക്കുന്നതിനിടയിലെ കണ്ണു തിരിഞ്ഞ് അമ്മയെ നോക്കി ഒന്ന് കണ്ണടച്ചാണ്. അച്ഛൻ കാണാതെ. ഈ കോപം എല്ലാം കഴിഞ്ഞ് ഇയാള് വെള്ളമൊക്കെ വെച്ച് ആകെ വരണ്ട് പ്രഷറൊക്കെ ഇയാളുടെ കൂടി. അതായത് രസം. ഇവനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ലോകത്ത് ഏത് പരിപാടിയിലും ഞാൻ എന്നെ അല്ലാതെ പുറത്തൊരുത്തനെ പറ്റിക്കാൻ പറ്റില്ല. ഈ ഓരോ വികാരവും ഓരോ വിഷയവും ഓരോ ഭാവവും നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലല്ലാതെ അവന്റെ സ്ഥൂലത്തിലോ സൂക്ഷ്മത്തിലോ കാരണത്തിലോ കളിക്കുന്നില്ല. ഇത്ര അറിഞ്ഞാൽ തന്നെ എന്തൊരു സുഖമുണ്ടെന്നറിയോ? നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങളൊക്കെ വലിയ വില്ലന്മാരായിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നിങ്ങളെ കാണുമ്പോഴേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് വലിയ ചാടകളായിരിക്കും, വളരെ മിടുക്കന്മാർ. അതറിയണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണം. എന്നിട്ടൊന്ന് എന്ന് നോക്കണം. അപ്പൊ നിങ്ങളുടെ കോട്ട് നോക്കിയിട്ട് സിഡൗൺ എന്നോട് നിങ്ങളെ ആ വേഷമൊക്കെ കെട്ടി അവൻ ആടുന്നുണ്ടാവും. ഇപ്പോഴാ ചിന്തിക്കുന്നല്ലേ? ചിലർക്ക് ഇന്ന് തന്നെ വീട്ടിലെത്തും. അതെ, അവിടെ തന്നെ ഉണ്ടോന്നറിയാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ഇറങ്ങിയപ്പോഴേ അപ്പുറത്തെ വാതിൽ അവര് ഇറങ്ങിക്കാണ്. നിങ്ങൾ കാര്യമായി പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാ വിചാരിക്കുന്നത്. അവൻ ചട്ടയും കൊണ്ട് അതിന്റെ സ്ക്രൂവാണി അവനെടുത്തിട്ടുണ്ടാവും. സ്ക്രൂ ഡ്രൈവറോടെ കാണുകയില്ല. അവൻ ചട്ടയും കൊണ്ട് സ്ക്രൂവാണി എടുത്ത് തുറന്ന് സാധനം എടുത്ത് തിരിച്ച് 2 തീപ്പെട്ടിക്കൊള്ളി ആ ദ്വാരത്തിനകത്ത് കയറ്റി വീണ്ടും അത് വെച്ച്, കാരണം നല്ലപോലെ മുറുക്കി ആ സ്ക്രൂ മുറുക്കി വെച്ചിട്ടുണ്ടാവും. പൂട്ടൊക്കെ പൂട്ടി തന്നെ ഇരിപ്പുണ്ടാവും. ആളുകൾ പോകാൻ തുടങ്ങി. അവിടുന്ന് ആളുകൾ ഇവിടുന്ന് ആളുകളൊക്കെ ഏറ്റവും
അതുകൊണ്ട് ആകെ ഒന്ന് മാത്രമേ പറ്റൂ. നമ്മുടെ സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആധ്യാത്മികത കൊണ്ട് ആപ്ലാവിതമാക്കുക. ഇതാണ് അതിനുള്ള വഴി. അതിനെ നല്ലതുപോലെ തഴുകി തലോടി അതിൽ സർജനം ചെയ്തു നിർത്തുക. അവിടെ എത്തണം ആധ്യാത്മികത. അതിനുള്ള വഴിയാണ് ആദ്യം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വലിക്കുക, അല്ലാതെ വിഷയങ്ങളിലേക്ക് പോവുകയല്ല. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ബന്ധം സ്ഥൂലമാണ്, അവിടെ കട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ബന്ധിച്ച് സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലുമുള്ളതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അത് എറിഞ്ഞ് കഴിഞ്ഞ കല്ലാണ്. അത് വരുന്നത് പോലെ വരട്ടെന്ന് തീരുമാനിക്കുക. അതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതിലൊരെണ്ണം പോലും നമ്മുടെ നിയന്ത്രണത്തിൽ പെടുകയില്ല. അതുണ്ടാകട്ടെ മറയട്ടെ. ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങളെ എന്റെ ചൊൽപ്പടിയിൽ നിർത്തി ചിന്താപൂർവം വേണ്ടത് വേണ്ടാത്തത് തെരഞ്ഞ് മാത്രം ഉപയോഗിക്കും. എങ്ങനെയാണോ സദശ്വത്തെ ഉത്തമനായ കുതിരക്കാരൻ തേരാളി നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ രഥത്തെയും രഥിയെയും കൊണ്ടുപോകുന്നത്, അതുപോലെ ഞാൻ എന്റെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ഉത്തമമായ മാർഗത്തിൽ തന്നെ കൊണ്ടുപോകും എന്ന് തീരുമാനിക്കുക. സദശ്വത്ത എന്ന പോലെ, ദുഷ്ടാശ്വത്ത എന്ന പോലെ കടിഞ്ഞാണില്ലാതെ കൊണ്ടുപോയാൽ അതെല്ലാം വാസനകളായി രൂപാന്തരപ്പെട്ടു വരും. ക്ലിയറായി. സദശ്വവും ദുഷ്ട അശ്വവും. 4 കുതിരയെ കിട്ടിയാൽ 4 സമഗ്രമായി പോകുന്ന വഴിയുണ്ട്. 4 എണ്ണത്തിനെ കെട്ടിയാൽ 4 വഴിയിലേക്ക് അത് തിരിഞ്ഞ് കാലിടുന്ന വഴിയുണ്ട്. വേഗത കുറയും. അതിലൊരെണ്ണം വീണാൽ വേഗത കുറയും. ഇന്ദ്രിയങ്ങൾ പല വഴിക്കാവരുത്. ഇന്ദ്രിയങ്ങൾ തരുന്ന ഭാവതലങ്ങൾ ഒരേ വഴിക്കാവണം. സമഗ്രമായിരിക്കണം. അപ്പൊ സമഗ്രമാകുമ്പോൾ അത് സദാചാരപൂർവമാകും. അപ്പോൾ തേരാളിക്ക് കടിഞ്ഞാൺ നിയന്ത്രിച്ച് കൃത്യമായ വഴിയിലൂടെ കൊണ്ടുപോകാം. ഒറ്റ കുതിരയെ കെട്ടിയ തേര് പോലല്ല, ഇത് 5 കുതിരകളെ കെട്ടിയ തേരാണ്. പഞ്ചേന്ദ്രിയ വിഷയങ്ങളാ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഇന്ദ്രിയം നിന്നുപോയാൽ ബാക്കി ഇന്ദ്രിയങ്ങൾക്ക് ആലസ്യമുണ്ടാവും. വിഷയലോലുപത്വം നമ്മെ അവിടെ തട്ടി നിൽക്കാൻ പ്രേരിപ്പിക്കും. വിഷയങ്ങൾ അപ്രധാനമാവുകയും ലക്ഷ്യം പ്രധാനമാവുകയും ചെയ്യുമ്പോഴേ ലക്ഷ്യത്തിലെത്തൂ. പശുവിനെ അന്വേഷിക്കാൻ പോയതാ. കാട്ടിൽ കയറിപ്പോയ പശുവിനെ അന്വേഷിച്ചാ പോയെ. ദിവസം 10-30 കഴിഞ്ഞു. ഇതുവരെ പശുവിനെ മാത്രം കണ്ടില്ല. ഒരുപാട് പുസ്തകം എഴുതി. കാരണം കയറിപ്പോയപ്പോ ആദ്യം ഒരു മരം കണ്ടു, അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിച്ചു. പിന്നെ വേറൊന്ന് കണ്ടു, അതിനെപ്പറ്റി പഠിച്ചു. ഇങ്ങനെയാണ് ഗവേഷണം എന്ന് പറയുന്നത്. ഗവാം ഈക്ഷണം. ഇതുപോലാവും. അത് വരാതിരിക്കാനാണ് ഇന്ദ്രിയങ്ങളെ ആദ്യം നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ അന്തർയോഗം സാധ്യമാവൂ. ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി നിൽക്കുന്നിടത്തോളം അന്തർയോഗം സാധ്യമല്ല. ഇതിന് കാരണം പ്രകടമായ സഭയിൽ നിന്ന് പോലും മനസ്സിനെ ഹരിച്ചുകൊണ്ടുപോകുന്നവനായി ഇന്ദ്രിയം. ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓർമ്മയുണ്ടാവുമോ ശ്ലോകം?
2-ാം അധ്യായം. ഹരന്തി പ്രസഭം മനം. പ്രമാദികളായ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രകടമായ സഭയിൽ നിന്ന് ഹരിച്ചു കൊണ്ടുപോകുന്നു. പ്രകടമായ സഭയിൽ നിന്ന്. യോഗ പഠിക്കാൻ ചെന്നതാ. രണ്ടു മൂന്ന് ആസനങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് നേരെ പശ്ചിമോത്തനാസനം. അതില് വേണ്ടത്ര മുട്ട് നേരെയല്ല. അപ്പോഴാണ് ആചാര്യൻ വന്ന് മുട്ട് നേരെയേക്കാൻ ഒന്ന് തട്ടിയത്. ആ കൈയുടെ സ്പർശം ഒരു 3 ജന്മത്തിനപ്പുറം ഇതുപോലൊരു സ്പർശത്തിലേക്ക് പോയി. അടുത്ത ആചാര്യനെ കാണുമ്പോൾ, അടുത്ത നിമിഷം ആചാര്യനെ കാണുമ്പോഴുള്ള ഒരു ചിരിയിൽ മനസ്സ് ഇന്ദ്രിയങ്ങളാൽ ഹരിക്കപ്പെട്ടു. 2 മാസം കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരുമാറ് ആചാര്യൻ ശിഷ്യയെ വിവാഹവും കഴിച്ചു. ഒരു പറ്റം ആധ്യാത്മികത പോയെന്ന്, ഒരു പറ്റം ആധ്യാത്മികത കൂടിയെന്ന്. പറ്റം എന്തായിരുന്നാലും ഇന്ദ്രിയം മനസ്സിനെ ഹരിച്ചു. എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ഹരിക്കും. മറ്റൊരാളുടെ ഹരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്നുള്ള മട്ടിലൊക്കെ പറയും. എപ്പോഴായത് കയറി വരിക എന്ന് ഒടേ തമ്പുരാന് പോലും നിശ്ചയമില്ലാത്ത സാധനമാണ്. കാരണം അനേക ജന്മങ്ങളിലാണ് കിടക്കുന്നത്. വാചകമൊക്കെ ഇഷ്ടം പോലെ അടിക്കാം. വന്നു കഴിയുമ്പോഴാണ് എനിക്ക് വരുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, അത് ത്യാഗമാണ്, മറ്റവൻ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയാണ് സംഭവിച്ചത്. പ്രകടമായ സഭയിൽ. അല്ല, ഇത് ആൾക്കാരൊന്നും ഇല്ലാത്തതല്ല, എല്ലാവരും കൂടെ നിൽക്കുന്നിടത്താ വലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ഇന്ദ്രിയം ഏത് സഭയിൽ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നതാ. മനസ്സിനെ കൊള്ളക്കാരൻ മാത്രം ആ സഭയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കള്ളൻ രാത്രിയിലൊക്കെ വന്ന് കമ്പി മുറിച്ചിട്ടൊക്കെ കയറുള്ളൂ. ഇന്ദ്രിയങ്ങൾ കൊള്ളക്കാരാണ്, കള്ളനല്ല. സഭാമര്യാദകളൊന്നുമില്ല, അവൻ കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം ഈ വ്യാപാരത്തെ, സ്ഥൂലേന്ദ്രിയ വ്യാപാരത്തെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയജനിതാനുഭവ ഉൽപ്പന്ന വാസനകളെ നിയന്ത്രിക്കാം. അതിനാ യമോ നിയമവും. അത് നിയന്ത്രിക്കാതെ സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ, ആധ്യാത്മികത സാധനയിൽ കിട്ടില്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്റെ ഏതെങ്കിലും കാമതത്വമായ ഒരു ഇത് ഒന്ന് നിയന്ത്രിച്ചു നോക്ക്. പനിക്കും നല്ലപോലെ, നല്ലപോലെ പനിക്കും. അതുകൊണ്ട് അത്ര എളുപ്പമുള്ള പണിയല്ല. ഒരെണ്ണം ഒന്ന് വേണ്ടാന്ന് വെച്ചോ, വേണ്ടാന്ന് മുമ്പിൽ വെച്ചിട്ട് ഒന്നിരുന്നു നോക്ക്. എങ്ങനെയാണ് ഇത് കയറി വരുന്നത്? നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാഗ്രഹത്തോടുള്ള, നിങ്ങളും ആ ആഗ്രഹിക്കുന്ന വസ്തുവും മാത്രമായിട്ടുള്ള ഒരു നിമിഷത്തെ ഉണ്ടാക്കി വേണ്ടാന്നൊന്ന് തീരുമാനിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശബ്ദം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപം, രസം, ഗന്ധം, ഇവയിലൊന്നിൽ എന്റെ ഇന്ദ്രിയം വ്യാപിച്ചു നിൽക്കുന്ന ഒരു വേളയിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ദ്രവ്യത്തെ അല്ലെങ്കിൽ ആ ശബ്ദത്തെ മുമ്പിൽ വെച്ച് അതിൽ നിന്ന് പിന്തിരിയാൻ എന്റെ ഇന്ദ്രിയത്തോടൊന്ന് ആജ്ഞാപിച്ചു നോക്കും. നല്ലപോലെ പനിക്കും. പോകും. ആ സംഭവിക്കാം. അതിനൊന്നും എതിരഭിപ്രായം. അതാണ് ചോദിക്കുന്നത്. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്.
ഞാൻ അതാണ് ചോദിക്കുന്നത്, ഇത്ര കാഠിന്യമുള്ളതായി പണി. ജീവിക്കാം. എന്തിന് എന്ന അടുത്ത ചോദ്യം. ഒരു വിഷയത്തിന്റെ അടിമയായി എന്തിനിങ്ങനെ ജീവിക്കണം? നിസ്സാരമായൊരു വിഷയത്തെ പോലും തന്റെ ചൊൽപ്പടിയിൽ നിർത്താതെ എന്തിനീ നരജന്മം? എന്തിന്? ആർക്കു വേണ്ടി? അപ്പോൾ അതാ പറഞ്ഞ എന്തിന് ആർക്കു വേണ്ടി? ഇത് രണ്ടും എന്തിന് ആർക്കു വേണ്ടി? അതാ ചോദ്യം. എന്തിന് ആർക്കു വേണ്ടി? ലോകത്തിന് വേണ്ടി. ലോകത്തിന് വിഷയത്തെ നിയന്ത്രിക്കാത്ത ഒരുത്തനെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ലോകപ്രയോജനമായത്, പ്രകൃതി പ്രയോജനമായത് വിഷയത്തെ നിയന്ത്രിക്കാൻ ത്രാണിയുള്ളവനിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. ഭരണാധികാരിയാവട്ടെ, ഭരണീയനാവട്ടെ, തപസ്വിയാവട്ടെ, ഗൃഹസ്ഥനാകട്ടെ, ബ്രഹ്മചാരിയാകട്ടെ, വാനപ്രസ്ഥനാവട്ടെ, സന്യാസിയാകട്ടെ, വിഷയം തന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവനിൽ നിന്ന് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അവന്റെ ജീവിതം മാത്രമേ പരോപകാരാർത്ഥമാവൂ. ബാക്കിയെല്ലാം അവൻ വിഷയത്തിനു വേണ്ടി ബാക്കിയുള്ളവരെ മുഴുവൻ കൊല്ലുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ നിയമങ്ങൾ ഉണ്ടാക്കുകയോ തന്റെ വിഷയവാസനയ്ക്ക് വേണ്ടി, തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ നീതിശാസ്ത്രങ്ങളെ മുഴുവൻ ചുട്ടുകളയുകയോ ചെയ്യുന്നവരാൽ മാത്രമാണ് ഈ ലോകം പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയവും ഭരണാധികാരികളുമെല്ലാം ഈ ലോകത്തിന് വിനാശകാരികൾ തന്നെയാണ്. വളരെ അപൂർവം വിരളിലെണ്ണ ആളുകൾ മാത്രമാണ് ലോകോപകാരികൾ. ബാക്കിയൊക്കെ വാക്കിലേ ഉള്ളൂ. അതിലൊരാളാകുക എന്നത് എളുപ്പമല്ല. ആണെന്ന് പറയാൻ എളുപ്പമാണ്. Now you came to a point. So the situation is highly embarrassing. മലയാളം വേണ്ടാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു. ആലോചിച്ച് നോക്ക്. ഒരു നിസ്സാര വിഷയം, അതൊരു ഇഡലിയാകട്ടെ, ഒരു ദോശയാകട്ടെ, ഒരു ചട്നിയാകട്ടെ, ഒരു സാമ്പാറാകട്ടെ, ഇനി അത് പെണ്ണോ പെടക്കോഴിയോ ആണോ ആൺകോഴിയോ എന്തോ ആവട്ടെ, ആ വിഷയത്തിൽ നമ്മളുടെ മനസ്സ് നിന്നാൽ, അത് നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ അതിന്റെ അടിമത്തത്തിൽ നിൽക്കുന്ന നമ്മളിൽ നിന്ന് നമുക്കോ ലോകത്തിനോ എന്ത് പ്രയോജനമാണ് ലഭിക്കുക? ഇത്രയും മാത്രം ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പൊ വിഷയം ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. ഷിഞ്ഞ് ബന്ധനെ വിഷയം വിശേഷേണ ബന്ധനെ, വിശേഷ വിധിയായി ബന്ധിക്കുന്നത് കൊണ്ട് വിഷയം എന്നതിന് പേര്. ആരെ ബന്ധിക്കുന്നു? അതിനഭിമുഖമായിരിക്കുന്നവനെ. നരകവും അതുപോലെ, യാതൊരു സംശയമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന വിഷയം എന്നെ ബന്ധിച്ചടിമയാക്കുന്നു. വിഷയം ഒരിക്കലും എനിക്ക് അടിമയാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും രസം. വിഷയം എനിക്കടിമയാകുന്നില്ല. ടെക്നിക്കോസ് ഭർതൃഹരി രംഗം ഭംഗിയായി വർണ്ണിക്കുന്നുണ്ട്. ഭർതൃഹരിയെ കേട്ടിട്ടുണ്ടാവും. ശൃംഗാരശതകവും നീതിശതകവും ഒക്കെ എഴുതിയ ഭർതൃഹരി, വാക്യപതീയം എഴുതിയ ഭർതൃഹരി ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി പദമൊക്കെ വിട്ടിയാള് വനത്തിലേക്ക് പോയി. കുറെ കാലമായപ്പോഴേക്കും മടുത്തു. ജനാധിപത്യമല്ലാതിരുന്നത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ജനാധിപത്യമാണെങ്കിൽ മടുപ്പൊന്നും ഉണ്ടാകാൻ വഴിയില്ല.
കൂടെയുള്ളവരൊക്കെ അള്ളു വെച്ചാൽ പോലും അടുത്തിറങ്ങിപ്പോവില്ല. അള്ളിന്റെ പൊക്കത്തിലാണ് ഇന്ന് വരെ ജനാധിപത്യത്തിലെ എല്ലാ മന്ത്രിമാരും ഇരുന്നത്. അള്ളു വെച്ചതൊന്നും എതിരാളികളല്ല, അള്ളു വെച്ചതെല്ലാം സ്വന്തക്കാരുമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു മുതൽ ഇന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരെയും, ഓരോ സ്റ്റേറ്റിന്റെയും ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഇന്നത്തെ മുഖ്യമന്ത്രി വരെയും എല്ലാവരും കസേരയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അടുത്തവരും വേണ്ടപ്പെട്ടവരുമായ പാർട്ടി നേതാക്കളാണ് അള്ളു തീർത്ത് നേരെ കൊണ്ടുപോയി പ്രശ്നത്തിന് താഴെ വെച്ചിട്ടുള്ളത്. എത്ര അള്ളു വെച്ചാലും ലജ്ജയില്ലാതെ അതിൽ അമർന്നിരുന്നവരാണ് നമ്മുടെ ജനാധിപത്യ ഭരണാധികാരികളിൽ ഒന്നാമൻ മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരും. അപ്പൊ ഭർതൃഹരി അന്ന് ജനാധിപത്യം അല്ലാതിരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇട്ടിട്ട് പോയത്. ഒരു വാൽക്കഷ്ണം കിട്ടിയപ്പം തട്ടിയേക്കാന്ന് വെച്ചു കുട്ടിയാണ് പോയില്ലേ. അപ്പോ ഭർതൃഹരി വനത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ ഇഷ്ടംപോലെ രത്നങ്ങളാവുള്ളത്, അതൊക്കെ വിട്ടിട്ടാവും. പക്ഷെ വനത്തിലെത്തിയ ഭർതൃഹരി പൂർണ്ണമായി സംഭക്തമായ വനത്തിലേക്ക് വാനപ്രസ്ഥനായി പൂർണ്ണമായി ഗാർഹസ്ഥ്യമെല്ലാം വിട്ടുപോയ ഭർതൃഹരി ആ വനത്തിലൊരു മരത്തിന്റെ ചുട്ട് നിൽക്കുമ്പോഴാ തിളങ്ങുന്ന ഒരു രത്നം കണ്ടത്. അതിനേക്കാൾ 100 മടങ്ങ് വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടും ഭർതൃഹരി ഒന്നോടി. ഭർതൃഹരി തന്നെ പറഞ്ഞതായത്. ഒരു പ്രാവശ്യം ഓടി. അടുക്ക ചെന്ന് എടുത്തപ്പോഴേതോ ഒരു ദൈവാനുഗ്രഹം പോലെ ഓർമ്മ വന്നു, ഇതിലും വിലയുള്ളത് എത്രയെണ്ണം ഉപേക്ഷിച്ചിട്ടാവാന്ന് പറഞ്ഞു. ഭർതൃഹരി അതായി ഇരുന്നിടത്ത് വെച്ചിട്ട് ആ മരത്തണലിൽ പോയിരുന്നു. ഇനി അവൻ എന്തെല്ലാം പണി കാണിക്കുമെന്നറിയാൻ. ഭർതൃഹരി ആളൊരു സുന്ദരനാണ്. അതുകൊണ്ട് അയാള് പോയൊരു മരത്തിന്റെ തണലിൽ ഇരുന്നിട്ട് ഈ രത്നം നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഇവന്റെ പണി എന്തൊക്കെയാണ്? നിശബ്ദമായി കിടക്കുന്ന ഒരു രത്നക്കല്ലിന്റെ പണി. ഒരുപാട് കുടുംബങ്ങളെ കുത്തുവാളയടിപ്പിക്കാനും ഒരുപാട് പേരെ സ്വർഗലോകത്തേക്ക് പറഞ്ഞുവിടാനും നിസ്സാരമായൊരു കല്ലിന് കഴിയുമോ എന്നറിയാൻ പാകത്തിന് ഭർതൃഹരി അവിടെ മാറിയിരിക്കുമ്പോഴാണ് 2 രാജകുമാരന്മാർ കുതിരപ്പുറത്ത് വരുന്നത്. മുമ്പിലെടുത്താൻ പുറകെടുത്താൻ. പുറകെ വന്നവൻ മുമ്പിൽ പോകുന്നവൻ കാണുന്നതിന് മുമ്പ് താനാണ് കണ്ടതെന്ന മട്ടിൽ പറഞ്ഞു, അതാ രത്നമെന്ന്. മുമ്പെയുള്ളവൻ അതിന്റെ അടുത്തെത്തി ഇറങ്ങി കയ്യിലെടുത്തു. കണ്ടവൻ പറഞ്ഞു, ഞാനാണ് ആദ്യം കണ്ടതുകൊണ്ട് എന്റെയാണ് അതിന്റെ അവകാശം. എടുത്തവൻ പറഞ്ഞു, നീ കണ്ടിരിക്കാം, ആദ്യം എന്റെ കയ്യിലാണ് കിട്ടിയ, ഞാനാണ് ഇതിന്റെ അവകാശം. വാക്കുമൂത്ത് 2 പേരും വാളെടുത്തു. ആദ്യം പറഞ്ഞവൻ എടുത്തവന്റെ നെഞ്ചിലേക്കും എടുത്തവൻ പറഞ്ഞവന്റെ നെഞ്ചിലേക്കും ഒരുമിച്ച് വാളിറക്കി. 2 പേരും അപ്പുറത്തോട്ട് വീണു. രത്നം നടുക്കും വീണു. ഭർതൃഹരി ആലോചിച്ചു. ബുദ്ധിമാന്മാരായ രാജകുമാരന്മാർ, പഠിച്ച രാജകുമാരന്മാർ, 100 കണക്കിന് രത്നങ്ങൾ ഇരിക്കുന്ന കൊട്ടാരത്തിൽ നിന്നെത്തിയ രാജകുമാരന്മാർ സ്വന്തം ജീവനെ പോലും വിലയില്ലാതാക്കുന്ന വിധത്തിൽ അവരെ നിസ്സാരമായി ബന്ധിക്കാൻ എത്ര എളുപ്പത്തിൽ ഈ വനത്തിൽ കിടന്ന ഒരു രത്നത്തിന് കഴിയും. നമ്മളെല്ലാം ആ രാജകുമാരന്മാരല്ലേ. പരിചയങ്ങൾ, ബന്ധങ്ങൾ, വലിപ്പങ്ങൾ. നമുക്ക് ഈ വിലപിടിപ്പുള്ള രത്നം വഴിയിലൊന്നും കിടപ്പില്ലെങ്കിലും നമുക്കൊരു പരിപ്പോടെയോ ഉഴുന്നോടെയോ 1 സെന്റ് ഭൂമിയോ 10 രൂപയോ അതുപോലുള്ളതൊക്കെ രത്നമായി വന്ന് നമ്മെ ബന്ധിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ആവർത്തിക്കപ്പെടുന്നത്. എത്ര പഠിപ്പുള്ളവർ, എത്ര പണ്ഡിതന്മാർ, എത്ര ജ്ഞാനികളാണെന്ന് അഭിമാനിക്കുന്ന ഗുരുക്കന്മാർ, ശിഷ്യന്മാർ, എത്ര ഭരണാധികാരികൾ, എത്ര നിസ്സാരമായ വിഷയങ്ങൾക്ക്, ഒരു കസേരയ്ക്ക് വേണ്ടി, ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടി എത്ര ഹിംസകളുടെ
എത്രയധികം ഏറ്റുമുട്ടലുകളുടെ രംഗവേദികളിലൂടെ വിഷയം ആനയിക്കുന്നത് പോലെ കടന്നു പോകുമ്പോൾ വിഷയങ്ങളെ ഉപാസിച്ചും വിഷയങ്ങളെ അനുജീവിച്ചും വിഷയങ്ങളെ അനുസരിച്ചും ആത്മവിഭൂതിയിലേക്ക് എത്താമെന്ന് പറയുന്ന ദർശനങ്ങൾക്ക് ഇനിയും ഇടം നൽകുന്നു എങ്കിൽ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. നല്ലപോലെ ആലോചിച്ചു നോക്കുക. നമ്മൾ കാണുന്ന ചുറ്റും നോക്കുക. നമ്മുടെ ചരിത്രത്തിന്റെ ആദിമ സംസ്കൃതി മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രയോജനവും തരാത്ത ഒരു വിഷയത്തിന്റെ ദർശനത്തിൽ മതിമറന്ന് അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെ മുഴുവൻ കളഞ്ഞു കുളിച്ച് സ്നേഹിതർ ശത്രുക്കളായി, ഉറ്റവരും ഉടയവരും എതിരാളികളായി, പത്തോ 15 കൊല്ലം തേനും പാലും വീഴ്ത്തി നോക്കിയ അച്ഛനും അമ്മയും നിസ്സാരമായൊരു വിഷയം കൊണ്ട് നിങ്ങളുടെ നിതാന്ത ശത്രുക്കളായിത്തീരുന്നു. താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും ഓർത്ത് വളർത്തിയ മക്കൾ ഒരു വിഷയത്തിന്റെ കാര്യം വരുമ്പോൾ അച്ഛനും അമ്മയും ആയിരുന്നിട്ട് കൂടി അവരെ ശത്രുക്കളായി കാണുന്നു. പകലന്തിയോളം പണിയെടുത്ത് സകല സൗഭാഗ്യങ്ങളും നേടിത്തന്ന് ഓരോ നിമിഷവും നിങ്ങളുടെ സുഖങ്ങൾ ആലോചിച്ച നിങ്ങളുടെ ഭർത്താവ് നിസ്സാരമായൊരു വിഷയം തെറ്റിയാൽ, വൈകുന്നേരം ഒരു വസ്തു മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇന്ന സമയത്ത് എത്താൻ പറഞ്ഞെത്തിയില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയാളുടെ ചുണ്ടനങ്ങിയില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അയാൾ ഇരുന്നില്ലെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന ഉടുപ്പ് അയാൾ എടുത്തിട്ടില്ലെങ്കിൽ, ആ വിഷയത്തിന്റെ പേരിൽ ഇന്നോളമുള്ള ബന്ധങ്ങൾ മുഴുവൻ കളഞ്ഞ് നിങ്ങൾ ജടപറിച്ചടിച്ച്, ശിവൻ ജടയടിച്ചാൽ ഭദ്രകാളിയും വീരഭദ്രനും ഒക്കെ വരും, വീരഭദ്രനും കൊടുങ്കാളിയും ഒക്കെ വരും, വാളും വട്ടകയൊക്കെ ആയി. പലപ്പോഴും നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ ജീവിത സൗഭാഗ്യത്തിന്റെ നാളുകളിൽ നിങ്ങളോടൊപ്പം നിന്നവർ ഒരു വിഷയത്തിൽ നിങ്ങൾ മതിമറന്നു കഴിഞ്ഞ് നിങ്ങളെ ആ വിഷയം ബന്ധിച്ചു കഴിഞ്ഞാൽ, ആ വിഷയം മാത്രം നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതും അയാൾ അപ്രധാനവുമാവുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മുടി പൊളിച്ചടിക്കുമ്പോൾ, അതിൽ നിന്ന് വീരഭദ്രനും കൊടുങ്കാളിയും ഒക്കെ ഉദയം ചെയ്യുമ്പോൾ, സ്നേഹം മാത്രം കൈമുതലായി നിങ്ങളെ കാത്തിരുന്ന് നിങ്ങൾക്ക് ആഹാരവും ഉണ്ടാക്കി നിങ്ങൾക്ക് വെച്ചു വിളമ്പി തന്ന് നിങ്ങളുടെ കുട്ടികളെ പ്രസവിച്ച് നിങ്ങളോടൊത്തുള്ള സൗഭാഗ്യത്തിനായി ജീവിച്ച് പോകുന്ന നിങ്ങളുടെ പതിവ്രതയായ ഭാര്യ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതിമറന്നു കഴിഞ്ഞ ആ വിഷയം നിങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വരെ എന്റെ കരളെ എന്ന് വിളിച്ചത് ഇന്ന് വിളിക്കുമ്പോൾ കുലടേ എന്ന് വിളിക്കാൻ മടി കാണിക്കാതെ നിങ്ങളുടെ നാവുകൾ വഴങ്ങുമ്പോൾ, അതിൽ നിന്ന് അശ്ലീല പദങ്ങൾ ഉതിരുമ്പോൾ, നിങ്ങളുടെ കാലും കൈയും അവരെ ഉപദ്രവിക്കുമാറ് ചലിക്കുമ്പോൾ, ജീവിത യാഥാർത്ഥ്യത്തിന് മുമ്പിൽ വിഷയവും വിഷയബന്ധവും വിഷയബന്ധനവും ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, എവിടെയാണ് വികാരങ്ങളെ ആനയിച്ച് ആധ്യാത്മിക ഭൂമിയിലേക്ക് എത്തുക? ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും അപര്യാപ്തമാണ്, തെറ്റാണ്? ഈ സ്ലോട്ട് തെറ്റിയാൽ വലിയ പാടാണ്. പിന്നെ തിരിച്ചതിനകത്ത് വേണം. നമ്മൾ ഈ ചില പിരിയൊക്കെ ഒന്നെടുത്ത് തെറ്റിയാൽ പിന്നെ ഇടുമ്പോഴൊക്കെ ആ തെറ്റിലേക്ക് വീഴുള്ളൂ. മനസ്സിലായില്ല? എക്സെൻട്രിക് ആവും. നേരെ മറിച്ച് ഒരിക്കൽ സ്ലോട്ടിൽ വീണ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല.